നടിമാരൊക്കെ വന്നാലും പഴയ നമ്മുടെ ശോഭനയുടെ ഒക്കെ മുഞ്ച് ഒന്ന് വേറെ തന്നെയാണല്ലേ. നമുക്കൊന്ന് ശോഭനയെ പോലെ ആവാൻ നോക്കിയാലോ. ശോഭനയൊന്നും ആവില്ല, എന്നാലും ആ സ്കിന്നിന്റെ തിളക്കാണ്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ എൻവൈബയുടെ പ്രോ സ്ട്രോപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് മുഖത്ത് ഒരു ബേസ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിടുമ്പോൾ തന്നെ നമുക്ക് ഒരു ഷൈനിങ് മുഖത്ത് കാണാൻ പറ്റും. പഴയ നടിമാർക്കൊക്കെ മേക്കപ്പ് ഇട്ടിട്ടില്ലെങ്കിലും എന്തൊരു ഭംഗിയാണല്ലേ, ഇപ്പോഴത്തെ പോലെയൊന്നുമല്ല. എന്നാലും നമുക്ക് അതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിനുശേഷം ഫൗണ്ടേഷൻ്റെ കൂടെ ഈ സെയിം സ്ട്രോപ്പ് ക്രീം മിക്സ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലോയോട് കൂടിയിട്ടുള്ള ഒരു കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏകദേശം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പിലേക്ക് കിടക്കാം. ഒന്ന് കണ്ണ് എഴുതുന്നുണ്ട്, ഐലൈനർ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ ഐബ്രോസ് കൂടെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊട്ട് കൂടെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ലിപ്സ്റ്റിക് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഹൈലൈറ്റർ ആയിട്ട് സെയിം സ്ട്രോപ്പ് ക്രീം ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഐ ഷാഡോന്റെ കൂടെ ബ്ലഷിന്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോകണമെന്ന്. എങ്ങനെയുണ്ട് ശോഭന ഇല്ലെങ്കിൽ ശോഭനയുടെ വകയിൽ ഒരു ബന്ധുവിനെ പോലെങ്കിലും ഇല്ലേ കാണാൻ. എന്തായാലും സ്കിന്നിന്റെ ഗ്ലോന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ്. ഡേ ലൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം.